സരിനിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഡോക്ടർ സരിൻ, പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടുത്തെ ഒരു ഇടതുമുന്നണിക്ക് കിട്ടിയ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരുന്നു ഡോക്ടർ സരിൻ. ഇന്നിപ്പോൾ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത് 7 ദിവസത്തെ സമയം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വന്നത്. സരിൻ, ഈ PV അൻവർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടത്തിയ പ്രതികരണത്തിൽ പറയുന്നത് വേണ്ടി വന്നാൽ മത്സരിക്കുമെന്നാണ്. അങ്ങനെ ഒരു സിനാരിയോ ആണോ CPIM അഭിലഷണീയമായി കാണുന്നത്? അതല്ല പിണറായിസത്തെ അവസാനിപ്പിക്കുകയാണ് തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് ഇതിനോടകം ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന അൻവർ UDFന് ഒപ്പം നിന്നുകൊണ്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യത്തെയാണോ നിങ്ങൾ നോക്കിക്കാണുന്നത്? ഗോപികൃഷ്ണൻ, നിലമ്പൂര് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായ സാഹചര്യം സ്വാഭാവികമായിട്ടും ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വെല്ലുവിളിച്ചുകൊണ്ട് PV അൻവർ രാജിവെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് തന്നെ. അദ്ദേഹം കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ മുതൽ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും കാണുന്നു. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു ടൈമിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എപ്പോഴാണ് മാവ് പൂക്കുന്നതെന്നും മാങ്ങ മൂക്കുന്നതെന്നും പഴുക്കുന്നതെന്നും നോക്കിയിരുന്നു കൊണ്ട് ഏത് ടൈമിങ്ങിലാണ് ഇടതുപക്ഷത്തിന് നേരെ തിരിയേണ്ടത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സ്വയം എടുത്തൊരു തീരുമാനമാണ് ജനുവരിയിൽ രാജിക്കത്തുമായി സ്പീക്കറെ സമീപിച്ചതും സ്പീക്കർ ഒട്ടും താമസമില്ലാതെ തന്നെ ആ രാജി സ്വീകരിച്ചതും അത് അടിയന്തരമായി തന്നെ ഇലക്ഷൻ കമ്മീഷനെ റിപ്പോർട്ട് ചെയ്തതും. സ്വാഭാവികമായിട്ടും ആ രാജി സ്വീകരിക്കാൻ ഒരു താമസവും ഇടതുപക്ഷം കാണിച്ചില്ല എന്നുള്ളതിൽ നിന്ന് തന്നെ ഇടതുപക്ഷം PV അൻവർ എന്ന് പറയുന്ന അവിടുത്തെ MLA ആയിരുന്ന 2 വട്ടം ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന് ജയിച്ച ആൾ ഉയർത്തുന്ന രാഷ്ട്രീയ വിലപേശൽ, അത് CPMനെയും ഇടതുപക്ഷത്തെയും കളങ്കിതമാക്കിക്കൊണ്ട് 4-5 മാസങ്ങൾ നടന്ന നീണ്ടുനിന്ന നാടകങ്ങൾക്ക് ഒരു വിരാമം എത്രയും പെട്ടെന്ന് വേണം എന്നുള്ളത് തന്നെയായിരുന്നു CPMന്റെ ഉത്തരവാദിത്ത ബോധം. അതുകൊണ്ട് തന്നെയാണ് ആ രാജി സ്വീകരിച്ചതും അത് അടിയന്തരമായി തന്നെ റിപ്പോർട്ട് ചെയ്തതും. ചില സംസ്ഥാനങ്ങളിലൊക്കെ ഭരണത്തിലിരിക്കുന്നവർ അതിന്റെ പുറത്ത് കാട്ടിക്കൂട്ടുന്ന നാടകങ്ങളൊക്കെ കണ്ടവരാണ് നമ്മൾ. കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലങ്ങളിലും BJP ഭരിക്കുന്ന സ്ഥലങ്ങളിലും അവർക്ക് അനുയോജ്യമായ രീതിയിൽ, കാരണം രാജി സ്വീകരിക്കേണ്ട ആൾ സ്പീക്കറാണ് എന്നുള്ളത് മുതൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതിന്റെ സാഹചര്യം വരെയുള്ള കാര്യങ്ങളിൽ എന്ത് അമാന്തം വേണമെങ്കിലും വരുത്താമായിരുന്നു. നമുക്കതിനെപ്പറ്റി ഒരു ആശങ്കയുമില്ലായിരുന്നു. മാത്രമല്ല, അൻവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് ഇലക്ഷൻ വൈകുന്നത് ഇതിനുള്ള കാരണങ്ങളിൽ CPMO LDFO അവിടെ പരാജയം ഭയക്കുന്നു എന്നുള്ളതൊക്കെയായിരുന്നു. ഞാനിതാ കോടതിയിലേക്ക് പോകാൻ പോവുകയാണ് ഇലക്ഷൻ നടന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരാളുടെ ഗതികേടാണ് കഴിഞ്ഞ 72 മണിക്കൂറായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇലക്ഷൻ 6 മാസത്തിനുള്ളിൽ നോട്ടിഫൈ ചെയ്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ ഉണ്ടാകണമെന്നും നോ സീറ്റ് ക്യാൻ ബി വെക്കേറ്റഡ് ഫോർ നോട്ട് മോർ ദാൻ 6 months എന്നുള്ളതുമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം ആ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളിലേക്ക് കഴിഞ്ഞ 2 മാസങ്ങളായി മുന്നൊരുക്കങ്ങൾ നടത്തുന്നു. ഇപ്പോഴും ഇതാ ഒരു ധൃതിയും കൂടാതെ ഒരു തിടുക്കവും കാണിക്കാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വേണ്ടി കൃത്യമായി CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെയുള്ള ആ ദിവസങ്ങൾക്കുള്ളിൽ അത് പ്രഖ്യാപിക്കും. ഞാൻ എന്റെ ചോദ്യം ഒന്ന് ആവർത്തിച്ചോട്ടെ. അതായത് ഞാൻ ചോദിച്ചത് ഒരു മത്സര രംഗത്തേക്ക് അൻവർ ഇറങ്ങുന്ന ഒരു സാഹചര്യം നിലവിൽ ഇപ്പോഴുണ്ടല്ലോ, വേണമെങ്കിൽ ഇറങ്ങാം എന്ന്. പക്ഷേ അനുനയത്തിന്റെ നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതായത് ഇടതുമുന്നണി കാണുന്നത് അത് അൻവറിനെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായി ഇടതുമുന്നണി നിലമ്പൂരിൽ പരിഗണിക്കുന്നുണ്ടോ? ഇപ്പോൾ തന്നെ അൻവറിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ധാരാളം പോസ്റ്ററുകളും ബോർഡുകളും ഒക്കെ വന്നിട്ടുണ്ട്. നിലമ്പൂരിൻ്റെ സുൽത്താൻ തുടരും, നിലമ്പൂരിൽ അൻവറിൻ്റെ തുടർച്ചയുണ്ടാകും, അൻവറിനെ മഴയത്ത് നിർത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അൻവറിൻ്റെ സ്വാധീനമോ അല്ലെങ്കിൽ അൻവറിൻ്റെ സമ്മർദ്ദം തന്ത്രത്തിൻ്റെയോ ഭാഗമായി ഇത്തരത്തിലുള്ള പോസ്റ്ററുകളൊക്കെ ഇപ്പോൾ ഇടം പിടിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇടതുമുന്നണി PV അൻവർ തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു സാഹചര്യത്തെയാണോ കാണുന്നത്? അതല്ല UDFന് അൻവറിൻ്റെ നിരുപാധിക പിന്തുണ എന്നതാണോ? ഏത് സാഹചര്യത്തെ നേരിടാനാണ് ഇടതുമുന്നണി തയ്യാറെടുക്കുന്നത്? നോക്കൂ, ഞാൻ അതിലേക്കാണ് ഗോപി പറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഈ ബാക്ക്ഗ്രൗണ്ട് പറയാതെ എനിക്ക് ആ ഒരു ഉത്തരം പൂർണ്ണമാക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം 4 വർഷം പൂർത്തിയാക്കിയ ഒരു സർക്കാരും ഇനി അവസാനത്തെ വർഷത്തിലേക്ക് എന്തൊക്കെയാണ് മുന്നോട്ടുള്ള പദ്ധതികളും എന്നുള്ളതിൻ്റെ ഒക്കെയുള്ള വലിയ തിടുക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു തിരഞ്ഞെടുപ്പ് വരുന്നതിനെ സ്വാഭാവികമായിട്ട് മാത്രമാണ് ഇടതുപക്ഷം കാണുന്നതും വിലയിരുത്തുന്നതും അതിനെ സമീപിക്കുന്നതും. അവിടെ ആര് മത്സരിക്കുന്നു മത്സരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സാഹചര്യത്തെ ഇടതുപക്ഷം രാഷ്ട്രീയമായിട്ട് അതിൻ്റെ ഒരു സാഹചര്യത്തെ
മുതലെടുക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ സമീപിക്കാനോ ആഗ്രഹിക്കുന്നത് പോലുമില്ല. കാരണം അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ അവസരവാദിത്തം കൈമുതലായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇന്ന് പറയുന്നതും നാളെ പറയുന്നതും ഇനി മറ്റന്നാൾ പറയുന്നതും മുൻപ് പറഞ്ഞിരുന്നതുമായ കാര്യങ്ങളെയൊക്കെ ഇഴകീറി പരിശോധിക്കുമ്പോൾ നമുക്കതിന്റെ വസ്തുത മനസ്സിലാവും. ഒരുപക്ഷെ അത് ഏറ്റവും കൂടുതൽ ബോധ്യം വന്നത് ഞങ്ങൾക്കാണ്, ഇടതുപക്ഷത്തിനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അൻവർ എന്ത് പറയുന്നു, പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാക്ടർ അല്ല. അതൊരു ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള, തീർത്തും പരിഗണിക്കപ്പെടേണ്ട വിഷയമല്ലാത്തതായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അൻവർ അവിടെ മത്സരിക്കുകയാണെങ്കിൽ അത് അൻവറിന്റെ താല്പര്യമാണ്, അൻവറിന് വേണമെങ്കിൽ മത്സരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം മാത്രം അവശേഷിക്കുകയാണ്. അൻവർ പിണറായിസത്തിനെതിരെ പറഞ്ഞത്, അൻവർ പിണറായിസം എന്നുള്ള വാക്ക് കണ്ടെത്തിയത്, പിന്നീട് അത് മരുമോൻ എന്നുള്ള വാക്കിലേക്ക് മരുമോനിസമാക്കി മാറ്റിയത്, ഇടതുപക്ഷത്തെ താറടിക്കാൻ കാണിച്ചത്, അതിനൊക്കെ ഈ പൊതുജനങ്ങളുടെ മുന്നിൽ നാടകം കളിച്ചത്, ഇതിനെയൊക്കെ പൊതുജനം വിലയിരുത്തും. ആ വിലയിരുത്തൽ അൻവർ ഭയക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാമല്ലോ എങ്ങനെയെങ്കിലും കയറിക്കൂടി ഇടതുപക്ഷത്തെ തല്ലി തോൽപ്പിച്ചു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി UDF-ന്റെ ഭാഗമാകാൻ ഇങ്ങനെ കിണഞ്ഞു പരിശ്രമിക്കുന്നത്. താൻ പറഞ്ഞ വാദങ്ങൾ വിലപ്പോവില്ല എന്നും സരിൻ UDF-ൽ നിന്ന് ഇടതുമുന്നണിയിലേക്ക് വന്നതുപോലെ അൻവറിനും പൊതുജനങ്ങൾക്ക് മുന്നിൽ നിരത്താൻ ഒരു കാരണമുണ്ടാകില്ലേ? ഒരു രാഷ്ട്രീയ കാരണമാകാം, വ്യക്തിപരമായ കാരണമാകാം. എന്തായാലും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാൻ ഒരു കാരണം അൻവറിനുമില്ലേ? ആ കാരണമുണ്ടെങ്കിൽ അൻവർ അത് ഫൈറ്റ് ഔട്ട് ചെയ്യാണ് വേണ്ടത്. കാരണം ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, എന്ത് ബോധ്യത്തിന്റെ പുറത്താണ് നമ്മൾ ഓരോന്നും പറയുന്നതെന്നും തുടർച്ചയായി അതിന്റെ പ്രവർത്തനങ്ങളിൽ മുഴുകേണ്ടത് എന്നുമുള്ള ബോധ്യക്കുറവ് അൻവറിനുണ്ടാകാം. അൻവർ ധരിച്ചിരുന്നത് ഒന്നും കൂടി ചേർന്ന് രണ്ടായി ഒന്നിനെ മലർത്തിയടിക്കാം എന്നാണ്. അൻവറിൻ്റെതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം, ഒപ്പം UDF എന്ന് പറയുന്ന സംവിധാനം, ഇതിനെയെല്ലാം കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് CPM-നെ അവിടെ തോൽപ്പിക്കാൻ ഒരു അവസരം തെരഞ്ഞെടുപ്പിലൂടെ, ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ സൃഷ്ടിക്കാമെന്നുള്ള അൻവറിന്റെ ബുദ്ധിയായിരിക്കാം അത്. അൻവർ ആ ബുദ്ധി അനുസരിച്ച് പ്രയോഗിച്ച ആയുധങ്ങൾ അൻവറിനെതിരെ തന്നെ ഇപ്പോ അൻവറിന് തന്നെ വന്നിരിക്കുകയാണ്.